السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين برضا الله عما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, SSF സാഹിത്യോത്സവിന്റെ ഈ വർണ്ണാഭമായ വേദിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ഭാവിയെ തന്നെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ ആധുനിക വിദ്യാലയ അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗുണവും ദോഷവും എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങളൊന്ന് നോക്കൂ. ഏത് സമയവും നമ്മുടെ ഏവരുടെയും കയ്യിലുള്ള സ്മാർട്ട് ഫോണുകൾ, അതിലുള്ള ഗൂഗിൾ മാപ്പ്, ചാറ്റ് GPT, അലക്സ, ജെമിനി എന്നിങ്ങനെ തുടങ്ങി വലിയൊരു സാങ്കേതിക വിദ്യയുടെ ലോകത്താണ് നാം ഏവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ തന്റെ ബുദ്ധി ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകൾക്കോ മറ്റുപകരണങ്ങൾക്കോ സ്വയം തീരുമാനമെടുക്കാനും ചിന്തിക്കാനുമുള്ള ബുദ്ധി നൽകുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI എന്ന് നാം പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് മനുഷ്യരാശിക്ക് നൽകുന്ന ഗുണങ്ങൾ സമാനതകളില്ലാത്തതാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഒരു ടീച്ചറെ പോലെ സംശയമുള്ള ഭാഗങ്ങൾ ചോദിച്ചു തീർക്കാനും കാഠിന്യമായ വിഷയങ്ങൾ എളുപ്പമാക്കി തരാനും ഇന്ന് AI ടൂൾസിന് സാധ്യമാണ്. ആരോഗ്യ രംഗത്താണെങ്കിൽ ഒരു ഡോക്ടറെക്കാളും നല്ലതായി മാരകങ്ങളായ അസുഖങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനും മികച്ച ചികിത്സാ രീതികൾ പറഞ്ഞു തരാനും ഇന്ന് നിർമ്മിത ബുദ്ധിക്ക് കഴിയുന്നുണ്ട്. ദൈനംദിന മനുഷ്യൻ ചെയ്യാൻ മടിച്ചുകൊണ്ടിരിക്കുന്ന ജോലികൾ ബഹിരാകാശ ഗവേഷണങ്ങളിലും അങ്ങനെ പല പല ജോലികളിലും ഇന്ന് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മെ സഹായിക്കുന്നുണ്ട്. എന്നാൽ നാണയങ്ങൾക്ക് ഇരുവശങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഒരു ഭയാനകരമായ ഒരു മറുവശമുണ്ട്. പ്രശസ്ത ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഈ പൂർണ്ണമായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വളർച്ച ചിലപ്പോൾ മനുഷ്യരാശിയുടെ ഇല്ലായ്മയ്ക്ക് തന്നെ കാരണമായേക്കാമെന്ന്. എന്താണ് ഇതിന്റെ കുറ്റങ്ങൾ, എന്താണ് ഇതിന്റെ ദോഷങ്ങൾ? തൊഴിലില്ലായ്മ, അലസത, ചിന്താശേഷിക്കുറവ്, ഡീപ് ഫേക്ക് പോലുള്ള പല കെണികളും ഈ AI ലോകത്ത് നാം കണ്ണുകൊണ്ട് കാണുന്ന ചില ഡിജിറ്റൽ ദൃശ്യങ്ങൾ പോലും വ്യാജമായേക്കാമെന്ന് നാം ഏവരും ചിന്തിക്കേണ്ടതുണ്ട്. ഖുറാനിൽ സൂറത്തുൽ ഹുജറാത്തിൽ പറയുന്നുണ്ട്, നമുക്ക് ഒരു വാർത്തയോ ദൃശ്യമോ നമുക്ക് ലഭിച്ചാൽ അത് മറ്റുള്ള ഒരാളിലേക്ക് പങ്കുവെക്കുന്നതിന് മുമ്പ് അത് വ്യാജമാണോ സത്യമാണോ കളവാണോ എന്ന് നാം കൃത്യമായി അറിയേണ്ടതുണ്ട് എന്ന് ഖുർആൻ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രസന്നിധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ കള്ളം പ്രചരിപ്പിക്കുന്നതും പറയുന്നതും ഇസ്ലാം കഠിനമായി നിരോധിച്ചിരിക്കുന്നു. അതുകൊണ്ട് നാം നമ്മുടെ നയനങ്ങൾ കൊണ്ട് കാണുന്ന പല ദൃശ്യങ്ങളും സത്യമാണോ വ്യാജമാണോ കളവാണോ എന്ന് തിരിച്ചറിഞ്ഞ് വിവേക ബുദ്ധിയോടെ നാം തിരിച്ചറിഞ്ഞ് അതിന്റെ അനുസരിച്ച് പ്രയത്നിക്കാൻ നാം പ്രാപ്തരാകേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഒരു കത്തിയെ പോലെയാണ്. ചില വീട്ടമ്മമാർ ആ കത്തിയെ കൊണ്ട് വളരെ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും കട്ട് ചെയ്യാൻ അത് ഉപയോഗിക്കുന്നു. എന്നാൽ ഒരു കൊലയാളി അതിനെ കൊണ്ട് കൊല ചെയ്യുന്നു. ഇതൊരിക്കലും ആ കത്തിയുടെ കുറ്റമാകില്ല, മറിച്ച് ആ കത്തി ഉപയോഗിക്കുന്ന ആളുടെ മനസ്സിലിരിപ്പ് പോലെയാണ്. അതുപോലെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന ആളുടെ മനസ്സിലിരിപ്പ് പോലെ ഉണ്ടാവും എല്ലാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരിക്കലും നമ്മുടെ യജമാനനാകാൻ നാം വിടരുത്, എപ്പോഴും നമ്മുടെ ദാസന്മാരായി തീരണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരുന്നതിനോടൊപ്പം നമ്മുടെ ബുദ്ധിയും വിവേകവും വളർച്ചയും ഉണ്ടാകണം. മനുഷ്യത്വമുള്ളയും നല്ല കാര്യങ്ങൾക്കും മാത്രമായി നാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്യുകയുള്ളൂ എന്ന് നാം ഇപ്പോൾ തന്നെ പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. AI should be the wings to our intellect, not be the cage to our thinking.
എപ്പോഴും നമ്മുടെ ബുദ്ധിശേഷിക്കും ബുദ്ധിശക്തിക്കുമുള്ള ശക്തിയാവണം, ചിറകാകണം. എന്നാൽ ഒരിക്കലും അത് നമ്മുടെ ചിന്തക്കുള്ള കൂടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ വാക്കുകൾക്ക് വിടാ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മത്സരം തുടരുന്നു.